ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട്? ഇന്നെന്താ തനിച്ചിറങ്ങിയത്? എടാ പടയൊക്കെ എവിടെ? അവരെന്റെ പടയൊന്നും അല്ല, അവരെന്റെ അടുത്ത് വെറുതെ വന്നേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയില്ല. ഓഹോ, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. എക്സ്ക്യൂസ് മീ, 2 minutes. സോറി, യു കണ്ടിന്യൂ. എന്തു പറ്റി? എന്തെങ്കിലും അവരോട് പറഞ്ഞോ? എല്ലാവരും അപ്സെറ്റ് ആയിട്ട് പോകുന്നു. എന്താ പറഞ്ഞത്? ഞാൻ തുറന്നു പറഞ്ഞു. എന്ത്? നിങ്ങൾക്കല്ലേ എന്താ വേണ്ട ഇപ്പോ? ഞങ്ങളെല്ലാം ഈ നാട്ടിലെ ബാച്ചിലേഴ്സാ. എന്നൊരു മലയാളി പെണ്ണ് വരും, ആ കൊച്ചിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഞങ്ങളെല്ലാരും ഒരുമിച്ച് ട്രൈ ചെയ്യും. ഞങ്ങളിൽ ആരെ ഇഷ്ടപ്പെടുന്നോ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ മാറിക്കൊടുക്കും. അതാണ് ഞങ്ങൾക്കിടയിലുള്ള ജെന്റിൽമെൻ അഗ്രിമെന്റ്. ഐ ലവ് യു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഹീ ലവ് യു എന്ന് കേൾക്കുന്നത്. ഓക്കേ ഓക്കേ, സ്റ്റോപ്പ്. നിങ്ങളെയൊക്കെ ഞാൻ പ്രേമിക്കണമെങ്കിലും കല്യാണം കഴിക്കണമെങ്കിലും അദ്ദേഹം സമ്മതിക്കണ്ടേ? നിങ്ങളുടെ അച്ഛനല്ലേ മാഡം? ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ അച്ഛനല്ല, എന്റെ ഹസ്ബൻഡ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞെന്നാ? വരൂ വരൂ. എന്താ കഴിക്കുന്നത്? ഒന്നും വേണ്ട, ഞാൻ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. എല്ലാം നിരത്തി വെച്ചിരിക്കല്ലേ, ചെക്ക് ചെയ്തോ? മീര ഇല്ലേ? ഡാഡി ഇല്ലേ? ഇല്ല, ഡാഡി പുറത്തു പോയിരിക്കുക. എന്താ കഴിക്കാൻ വേണ്ടേ? Can I have some water? ഇരിക്കൂ. ഷുവർ. താങ്ക് യു. അത് താലിയൊക്കെ ഇടാതെ വേണമെങ്കിൽ ഇരിക്കാം. എങ്കിൽ ഫോട്ടോയൊക്കെ വെക്കാതിരിക്കുമോ? ആരുടെ ഫോട്ടോ? നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ. എന്താ, എന്റെ ഹസ്ബൻഡിനെ കാണണോ? മൈ ഹസ്ബൻഡ് സുധീഷ് പണ്ഡിറ്റ്. യാ, വെരി സ്മാർട്ട് അല്ലേ ഇദ്ദേഹം? നമ്മുടെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ലുക്ക് അറ്റ് ഹിം, ഹൗ ക്യൂട്ട് ഹി ഈസ് ഡാൻസിംഗ്, നോ? അല്ലേ? യു നോ വാട്ട്, എന്നെ ഓർത്തോണ്ടാണ് ഇത്ര ഈ പാട്ടിൽ അഭിനയിച്ചത്. ആരാടാ ഇയാള്? സതീഷ് പണ്ഡിറ്റിന്റെ അനിയൻ സുധീഷ് പണ്ഡിറ്റാ? ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലേടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദിക്കും. കേരളത്തിലെ വലിയ സ്റ്റാറാണ് മോനെ. ഈ ഡാൻസ് മീരയാണെന്ന് വിചാരിച്ചാ കളിച്ചെന്ന്. എന്തോന്ന്? ഇത് ഡാൻസ് ആണെന്നോ? പിന്നെ എന്തിനാടാ ഞങ്ങളെയൊക്കെ കളരിപ്പയറ്റ് പോലെ ചാഞ്ഞാടാനും മലന്നാടാനും കുനിഞ്ഞാടാനൊക്കെ പറഞ്ഞ് എന്തിനാടാ വെറുതെ നടുവൊടിച്ച്? ദാ അവിടെ കണ്ടില്ലേ, കീച്ചേൻ കറക്കുന്ന പോലെ കൈയിട്ട് ചുറ്റിയിട്ട് മരോക്കിയിട്ട് ആട്ടി മഴയിൽ നനഞ്ഞ കാക്കയെ പോലെ തോളിങ്ങനെ കൊടഞ്ഞ് മീരയെ വളച്ചെടുത്തോണ്ട് പോയെന്നോ? പോടാ നീ നിന്റെ ഒരു ഡാൻസും. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്കിന്റെ പേയ്മെന്റ്. ഈ ആഴ്ച 100 ബോട്ടിൽ ആവശ്യം വരും. ക്യാഷ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഹലോ സർ,
ഹായ് വിശ്വ. പേയ്മെന്റ് ഞാൻ അവിടെ ഒന്ന് വാങ്ങുമായിരുന്നല്ലോ സാർ. ഇതിലെന്തിരിക്കുന്നു? നിങ്ങളുടെ ഓഫീസും ഫാക്ടറിയും ഒന്ന് കാണാമെന്ന് കരുതി. അതിനാ ഞാൻ തന്നെ വന്നത്. എനി ടൈം സാർ, പ്ലീസ്. വെരി ക്ലാസി ഹൗസ്. താങ്ക് യു സാർ. ഞാനും ഇതുപോലെയാ. എല്ലാം ക്ലാസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. ഒരു ചെറിയ വിഷമമുണ്ട്. കുക്കിന്റെ കാര്യത്തില് തെറ്റുപറ്റി. കുക്കിന്റെ കാര്യത്തിൽ മാത്രമാണോ തെറ്റ് ചെയ്തത്? പിന്നെന്ത് തെറ്റ് ചെയ്തെന്ന്? പിന്നെ എന്താണ് സാർ, നിങ്ങൾ തന്നെ ക്വാളിറ്റി ലൈഫ് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് മാത്രം എന്താണ് സാർ ഇങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് കളഞ്ഞത്? എന്റെ മോളുടെ ഭർത്താവോ? വാട്ട് നോൺസെൻസ്. എന്റെ മോളുടെ മാരേജ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓഹോ. ഹായ് വിശ്വ. Hey. ഇതെന്താ ആരും കാണുന്നില്ലല്ലോ? ആ, എല്ലാം ബിസി ഫാക്ടറിയിലെ. റിഹേഴ്സൽ ഇല്ലേ ഇന്ന്? ആ, ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ താമസിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ആകുന്നത്? ആ, എന്ത് ചെയ്യാനാ, ഞാൻ വാന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹം വർക്ക് ഷൂട്ട് എന്നും പറഞ്ഞ് എപ്പോഴും ബിസിയാ. ഒരു ഫോൺ പോലും ചെയ്യാറില്ലേ? എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോ വിളിക്കാറുണ്ട്. ആ, പക്ഷെ ഫോൺ ചെയ്താ പിന്നെ ആള് വെക്കേയില്ല. ആഹാ. ഐ ലവ് യു മോളെ, മിസ് യു മോളെ എന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതാ, ഫോൺ എടുത്തില്ല. ബിസി ആയിരിക്കും, അതാ എടുക്കാത്തെ. അതാ ഞാൻ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. ആ, റെഡി വിശ്വ, ലെറ്റ്സ് സ്റ്റാർട്ട്. യാ. വൺ സെക്. ഹലോ. സുധീഷ് പണ്ഡിറ്റ്. സുധീഷോ? ഏത് സുധീഷ്? സുധീഷ് പണ്ഡിറ്റ്, നിങ്ങളുടെ ഹസ്ബൻഡ്. എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ? സംസാരിക്കുന്നേ. ഞാൻ സംസാരിക്കില്ല, ഞാൻ അപ്സെറ്റ് അല്ലേ. ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? എന്താണ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? എന്താണ് പ്രശ്നം? സംസാരിക്ക. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാനിപ്പോ ബിസിയാണ്. കുറച്ച് കഴിഞ്ഞ്. അങ്ങനെ ബിസി ഒന്നുമല്ല, സംസാരിച്ചോ. എന്താ കാര്യം? എന്റെ മുത്തിനെ എനിക്ക് കാണാതിരിക്കാൻ മേല, അതുകൊണ്ടാ ഞാൻ വന്നെന്ന്. സംസാരിക്ക. എവിടെ എത്തിയെന്ന്? ഓസ്ട്രേലിയയില്. അയ്യോ, എന്റെ അമ്മച്ചി. സംസാരിക്ക. ഓസ്ട്രേലിയയിൽ എവിടെ? അത് സർപ്രൈസ്. തിരിഞ്ഞു നോക്ക്. കരളിന്റെ കരളേ എന്നോടൊന്നിച്ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ ഇന്ന് നനയാതെ.